നമസ്കാരം. ചെങ്ങന്നൂരിലെ തിരുവനന്തപുരൂരിൽ ഒരു വീട് വെക്കണമെന്ന് വിചാരിച്ചാൽ, അതല്ലെങ്കിൽ റാന്നിയിൽ വലിയ നിക്ഷേപം നടത്തി ഒരു കച്ചവടം നടത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി ഒരാൾക്കത് ചെയ്യാൻ കഴിയും? നമ്മളിപ്പോൾ കാണുന്നു, റാന്നി പ്രദേശം ഒരു ചെറിയൊരു മഴ പെയ്ത് ഒറ്റ രാത്രി കൊണ്ട് തന്നെയാണ് വെള്ളം അവിടെ മുങ്ങി. അവിടുത്തെ പ്രദേശം മുഴുവനും, റാന്നി നഗരപ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായി. അതേപോലെ തന്നെ തിരുവനന്തപുരം നമ്മൾ 2018 കണ്ടതാണ്, ചെങ്ങന്നൂരിൽ കയറിയ വെള്ളം. ഇതേപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഈ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ മുങ്ങുന്നൊരവസ്ഥ. ഇത് നമ്മളിപ്പോൾ മാധ്യമങ്ങൾ ഇതിനെ മഴക്കലി എന്നോ ദുരിതപ്പെയ്ത്തെന്നോ ഒക്കെ വിളിച്ച് വിശേഷിപ്പിക്കാറുണ്ട്. ഇത് ശരിക്കും മഴയ്ക്ക് നമ്മളോടുള്ള കലിയൊന്നുമില്ല. മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ കേരളമില്ല, നമുക്ക് ദാഹജലം പോലും കിട്ടാത്ത അവസ്ഥ വരും. അതേപോലെ തന്നെ ഈ ദുരിതം പെയ്തുണ്ടായ ദുരിതവുമല്ല. ഇത് ശരിക്കും നമ്മൾ സൃഷ്ടിച്ച ദുരന്തമാണ്, മനുഷ്യനിർമ്മിതമായ ദുരന്തം തന്നെയാണ്. കേരളം ഇത്രയും നാൾ തുടർന്നു വന്ന വികസനത്തിൻ്റെ ഒരു മാതൃക അല്ലെങ്കിൽ ആ വികസന രീതി ഇപ്പോഴും അതേപടി തുറന്നു പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയാണ്. അതിനെ നമ്മൾ ഏത് പേരിട്ട് വിളിച്ചാലും, എത്ര പുരോഗമനം എന്ന് പറഞ്ഞാലും, കേരള മോഡൽ എന്ന് വിളിച്ചു കഴിഞ്ഞാലും, കേരളം ഇപ്പോൾ ആ വികസനത്തിൻ്റെ ദുരന്തത്തിൽ, അതിൻ്റെ കെണിയിൽപ്പെട്ട് കിടക്കുകയാണ്. ആ വികസന കെണിയിൽപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ഏത് വികസനം നടപ്പിലാക്കുമ്പോഴും, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മണ്ണിൽ, അത് വ്യക്തികളാണെങ്കിലും അതല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സംരംഭങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും, ഏത് ചെറിയ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോഴും പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏക വിഷയം എന്ന് പറയുന്നത് വെള്ളത്തിനെയാണ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയാൻ പാടില്ല, വെള്ളം മലിനമാകാൻ പാടില്ല. വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയപ്പെടാതിരുന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ വെള്ളത്തിൻ്റെ മാലിന്യം അല്ലെങ്കിൽ വെള്ളം മലിനമാകുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നീട് ബാക്കിയുള്ള മലിനമാകുന്ന അവസ്ഥകളെന്ന് പറഞ്ഞാൽ നമ്മളുടെ പെരുമാറ്റ രീതികൾ കൊണ്ടും മറ്റു പല ഘടകങ്ങൾ കൊണ്ടുമാണ്. പക്ഷെ എങ്കിലും വെള്ളത്തിൻ്റെ ഒഴുക്ക് ഉറപ്പാക്കുക, ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ വെള്ളം, നമ്മുടെ ഇവിടെ പെയ്യുന്ന ജലത്തിൻ്റെ ഒരു അംശം നമ്മുടെ ഭൂമിയിൽ തന്നെ തങ്ങി നിർത്താനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഈ രീതിയിലുള്ള ഒരു പൊതു സമീപനം അടിയന്തരമായി ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നിപ്പോൾ ഈ തുടർച്ചയായി വെള്ളം കയറുന്ന സ്ഥലങ്ങളിലേക്ക് നോക്കുക. അവിടെ ഏത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയും? അവിടെയുള്ള ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്നാലോചിക്കുക, കൃഷിനാശം ആലോചിച്ച് നോക്കുക. ഇതിനേക്കാൾ ഉപരി അവിടെയുള്ള വസ്തുവിൻ്റെയും മറ്റുമൊക്കെ വിനിമയ വിലയെ ഇത് എത്രമാത്രം ബാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. അപ്പോൾ പൊതുവിൽ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള നിക്ഷേപങ്ങൾ, അപ്പോൾ അവിടെ നിക്ഷേപങ്ങളെയും അതേപോലെ തന്നെ പിന്നെ ഈ സംരംഭങ്ങളെയും ഒക്കെ ഇത് ദോഷമായി ബാധിക്കും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് കേരളത്തിൻ്റെ ജലപരിപാലനം, അതല്ലെങ്കിൽ വാട്ടർ മാനേജ്മെന്റ്, ഏതൊരു വികസനത്തെക്കാളും മുഖ്യമായ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമാണ് ഈ ജലപരിപാലനം അല്ലെങ്കിൽ വാട്ടർ മാനേജ്മെന്റ്. കാരണം മനുഷ്യന് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് വികസനം കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ഇപ്പോൾ നമ്മൾ ആറന്മുളയിൽ ഇടയ്ക്ക് ചില ശ്രമങ്ങൾ നടത്തുന്നു, വികസനത്തിന്റെ ഭാഗമായിട്ട് അവിടെ എയർപോർട്ട് കൊണ്ടുവരാൻ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു വിഷയങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. അവിടെയുള്ള ഏറ്റവും വലിയ ജലസംഭരണിയാണ് നിറച്ചിട്ട് അല്ലെങ്കിൽ നികത്തിയിട്ട് അവിടെ ഈ വികസനത്തിന്റെ ഭാഗമായിട്ട് പിന്നെ വിമാനത്താവളം കൊണ്ടുവരാൻ ചിലർ ഉദ്ദേശിക്കുന്നത്. വിമാനത്താവളം വന്നു കഴിഞ്ഞാൽ വികസനമായി എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ വിമാനത്താവളം വെള്ളത്തിനടിയിലാകും എന്നുള്ളത് വളരെ ഉറപ്പാണ്. അപ്പം അവിടെയുള്ള ജനങ്ങൾക്ക് അവിടെ നിന്നുള്ള വീട് പോലും മാറിപ്പോകണം എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് അവിടുത്തെ കാലാവസ്ഥ മാറിയിരിക്കുന്നു. അവിടുത്തെ ഈ നദിയിലെ വെള്ളപ്പൊക്കം കരയിലേക്ക് ഒഴുകുന്ന അവസ്ഥ വരുന്നു. അപ്പൊ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വികസനത്തിന്റെ ഭാഗമായിട്ട് എയർപോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടേക്ക് വരാൻ തന്നെ ആളില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നൊരു സാഹചര്യം സംജാതമാകുന്നൊരു സ്ഥിതിയാണ്. ഇത് ആ പ്രദേശത്തെ ജനങ്ങൾ അവർ മുൻതൂക്കം അല്ലെങ്കിൽ അവർ പ്രാമുഖ്യം നൽകി പരിഗണന, ഇത് അടിയന്തരമായ പ്രാധാന്യത്തോടു കൂടി ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണ്. ഇത് അവിടെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും
ഇത് ആവർത്തിക്കപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. അതാണ് 2018 പ്രളയം നമ്മളെ പഠിപ്പിച്ചു വന്നത്. 2018 പ്രളയത്തിൽ നിന്ന് നമ്മളൊരു ചെറിയ പാഠം പോലും നമ്മൾ പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ വികസനത്തിന്റെ പിന്നാലെയാണ്. നമുക്ക് മെഡിക്കൽ കോളേജുകൾ വേണം, അതാണ് വികസനം. അതുപോലെ തന്നെ എയർപോർട്ടുകൾ കൊണ്ടുവരണം, അതാണ് വികസനം. ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉയർത്തിക്കിട്ടണം, അതാണ് വികസനം. ഈ വികസന വൈകല്യ കാഴ്ചപ്പാടിൽ നിന്ന് പുറത്തു വരാതെ നമുക്ക് കേരളത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സംജാതമാകും എന്നുള്ളതാണ് ഈ മഴക്കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം 2018 മഴയുടെ തോത് വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയ മഴയല്ല ഉണ്ടായത്. അതേപോലെ തന്നെ നമ്മുടെ സംഭരണികൾക്കകത്ത് അതിനകത്ത് ഈ ജലസംഭരണികളിൽ നല്ലൊരു ശതമാനവും ജലമല്ല, പകരം മണൽ നിറഞ്ഞു കിടക്കുക അല്ലെങ്കിൽ ചെളി നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. അതേപോലെ നമ്മുടെ നദികളിലും ഈ പറഞ്ഞതുപോലെ മണ്ണ് വന്ന് നിറഞ്ഞെടുക്കുന്ന അവസ്ഥയുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മണ്ണ് വാരാൻ നമുക്ക് നദിക്ക് ദോഷം വരാത്ത രീതിയിൽ എന്തുകൊണ്ട് മണ്ണ് വാരാൻ സാധിക്കുന്നില്ല? ഇപ്പൊ നമ്മുടെ ഈ മാറിയ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ എത്ര തന്നെ മണ്ണ് ഒരു പ്രദേശത്ത് നിന്ന് എടുക്കാൻ കഴിയും? ആ എടുക്കുന്ന മണ്ണിന്റെ അളവ് എത്രയായിരിക്കണം? ഇതെല്ലാം സുതാര്യമായ രീതിയിൽ ഇന്നിപ്പോൾ നമുക്ക് CCTV ക്യാമറയും മറ്റ് സംവിധാനങ്ങളും അതേപോലെ തന്നെ എടുക്കുന്ന മണലിന്റെ അളവും ഒക്കെ തത്സമയം തന്നെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ജനങ്ങൾക്കും സർക്കാരിനും അതായത് അധികാരികൾക്കും ഒക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ നദികളുടെ ആഴം വർദ്ധിപ്പിക്കുകയും അതല്ലെങ്കിൽ മണൽ വാരി നദികളാക്കി മാറ്റുകയും അതേപോലെ തന്നെ ജലസംഭരണികളിലെ മണൽ വാരി ജലം സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട പരിപാടികൾ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് എന്നാണ് ഈ കാലത്തെ അല്ലെങ്കിൽ ഈ സീസണിലെ വെള്ളപ്പൊക്കം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഈ വെള്ളം വെറും കടലിലേക്ക് പോകേണ്ട വെള്ളവുമല്ല. ഇതിൽ നല്ലൊരു ശതമാനം നമ്മളുടെ നാട്ടിൽ തങ്ങി നിന്നെങ്കിൽ മാത്രമേ ഈ വരുന്ന വേനൽക്കാലത്ത് നമുക്ക് കുടിവെള്ളം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതും നമ്മൾ വിസ്മരിക്കുന്നു. അപ്പൊ ഇവിടെ കേരളം ഈ പറഞ്ഞതുപോലെ കൊടിയ വേനലും അതേപോലെ തന്നെ മഴ വന്നു കഴിഞ്ഞാൽ ദുരന്തവുമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു. അപ്പൊ വേനലിലും ദുരന്തം വരുന്നു, മഴക്കാലത്തും ദുരന്തം വരുന്നു. പിന്നെ എവിടെയാണ് മലയാളി വികസിപ്പിക്കുന്നത് അല്ലെങ്കിൽ മലയാളിയുടെ വികസനം സംഭവിക്കുന്നത് എന്ന് ഓരോ മലയാളിയും ചിന്തിച്ച് നോക്കേണ്ട അടിയന്തര ഘട്ടമാണ് സംജാതമായിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനിയെങ്കിലും ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതമാണ് പ്രശ്നം, സമാധാനമായി ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ വികസനം കൊണ്ട് കാര്യമുള്ളൂ. ആ ഒരു തിരിച്ചറിവ് ഓരോ മലയാളിക്കും ഉണ്ടാകേണ്ട ഒരു അടിയന്തര മുന്നറിയിപ്പാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കുട്ടനാടിൻ്റെ കാര്യം, കുട്ടനാട് ആകെ നാശമായി. കുട്ടനാടിൻ്റെ വികസനം, അവിടുത്തെ സ്പിൽവേ തുടങ്ങിയിട്ടുള്ള അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ ഈ രീതിയിൽ ഈ പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഒരിക്കലും പ്രകൃതി നമ്മളോട് കാണിക്കുന്ന അനീതിയല്ല, മറിച്ച് നമ്മളോട് കാട്ടിയ അനീതിയുടെ പരിണിത ഫലമാണ് നാം ഓരോന്നും ഇപ്പോൾ അനുഭവിക്കുന്നത്.